വൈറ്റമിൻസും മറ്റ് ന്യൂട്രിയൻസും കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും കാണുന്ന ഡെഫിഷ്യൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പേശികൾക്ക് ബലഹീനത ഉണ്ടാവും, അതുപോലെ സന്ധികളിൽ വേദന ഉണ്ടാവും, എപ്പോഴും ക്ഷീണം തളർച്ച അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൂടുതലും കണ്ണ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. കാഴ്ചക്കുറവ്, ഇരുട്ടത്ത് കണ്ണ് കാണാത്ത ബുദ്ധിമുട്ട്, അതുപോലെ എപ്പോഴും കണ്ണ് ഡ്രൈ ആയിട്ട് വെള്ളം ഒലിക്കുന്ന ഒരവസ്ഥ. മറ്റത് പറയുന്നത് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസിയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതലും മസിൽസിന് ഡാമേജ് ഉണ്ടാവും, അതുപോലെ ഞരമ്പുകൾക്കും ഡാമേജ് കൂടുതലായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മുഖത്ത് എപ്പോഴും വെള്ളപ്പാടുകൾ കാണുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരിക്കും. അതുപോലെ ചുണ്ട് എപ്പോഴും ഡ്രൈ ആയിട്ട് കോർണേഴ്സ് ഒക്കെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ളത് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി കൊണ്ടാവാം, അല്ലെങ്കിൽ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ടാവാം. ചില കുട്ടികൾ എപ്പോഴും ക്ഷീണം, തളർച്ച, അതുപോലെ എന്തെങ്കിലും ഭാരം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അടിക്കടി അസുഖം വരിക, ഇങ്ങനെയുള്ളത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടാവാം, അല്ലെങ്കിൽ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസികൾ നേരത്തെ കണ്ടെത്തി അതിന് വേണ്ട സപ്ലിമെന്റ്സ് അതുപോലെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൂടുതൽ കുട്ടികളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.